ചെങ്ങന്നൂർ മുൻ എംഎൽഎ കെ രാമചന്ദ്രൻ നായരുടെ മകന്റെ നിയമനം റദ്ദാക്കി സുപ്രീം കോടതി. ആർ പ്രശാന്തിന്റെ നിയമനമാണ് റദ്ദാക്കിയത്. നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളി. ബി ആർ കാർത്തിക് വിവരങ്ങൾ പങ്കുവെക്കുന്നു. കാർത്തിക്, ഇത് ഒരുപാട് വിവാദമുണ്ടാക്കിയ ഒരു കാര്യമാണ്. സർക്കാരിനെതിരെ നിരവധി പരാതികൾ ഉണ്ടായിരുന്നു. അന്ന് തന്നെ നിരവധി ചോദ്യങ്ങൾ ഉയർന്നാണ് പൊതുസമൂഹത്തിൽ നിന്ന്. എന്തുകൊണ്ടൊരു എംഎൽഎയുടെ മകന് ആശ്രിത നിയമനം, അത് മാത്രമല്ല മറ്റു പല സഹായങ്ങളും അദ്ദേഹം ചെയ്തു കൊടുത്തിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ എന്താണ് സുപ്രീം കോടതി ഈ വിധി പറയുമ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്? രഞ്ജിത്ത്, വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അന്തരിച്ച ചെങ്ങന്നൂർ മുൻ എംഎൽഎ കെ രാമചന്ദ്രൻ നായരുടെ മകന് പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിൽ ജോലി നൽകാനുള്ള മന്ത്രിസഭാ യോഗ തീരുമാനം 2018 ജനുവരിയിലാണ് ഉണ്ടായത്. ഈ മന്ത്രിസഭാ യോഗ തീരുമാനത്തിനെതിരെ വലിയ വിവാദം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകന് ആശ്രിത നിയമനം നൽകിയത് PSC പരീക്ഷ എഴുതി നിയമനം കാത്തു നിൽക്കുന്ന പലരുടെയും അവസരം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമൊരുക്കും എന്ന തരത്തിൽ തന്നെ ആദ്യഘട്ടം മുതൽ വിവാദം ഉണ്ടായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്താണ് ഇത്തരത്തിൽ ഒരു നിയമനം അദ്ദേഹത്തിന് നൽകിയത്. ഏതായാലും ആ തീരുമാനം ഇപ്പോൾ സുപ്രീം കോടതിയും റദ്ദാക്കിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. 2021 തന്നെ ഹൈക്കോടതി ഇത് സംബന്ധിച്ച കേസിൽ സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചിരുന്നു. MLAയുടെ മകന് ആശ്രിത നിയമനം നൽകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ വിധി. ആ ഹൈക്കോടതിയുടെ വിധിക്കെതിരെയാണ് സർക്കാരും നിയമനം ലഭിച്ച ആർ പ്രശാന്തും സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ സുപ്രീം കോടതിയിൽ സർക്കാരും പ്രശാന്തും ഉയർത്തിയ പ്രധാന വാദങ്ങൾ, പ്രശാന്തിന്റെ വാദങ്ങൾ ഇങ്ങനെയായിരുന്നു. ഇത്തരത്തിൽ ആശ്രിത നിയമനമല്ല തനിക്ക് ലഭിച്ചത് എന്നതായിരുന്നു ഒരു ഘട്ടത്തിൽ പ്രശാന്തിന്റെ വാദം. എന്നാൽ കോടതി ചോദിച്ചത് ഇത് സംബന്ധിച്ച് PSCയുടെ പരീക്ഷയോ അഭിമുഖമോ ഏതെങ്കിലും തരത്തിൽ നടത്തിയിട്ടുണ്ടോ, അതിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം ഇത് ആശ്രിത നിയമനം എന്ന് എങ്ങനെ പറയാനാകും എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ വാദം ഇതായിരുന്നു. കേരള സബോർഡിനേറ്റ് സർവീസ് ചട്ടം 39 പ്രകാരം ഇത്തരത്തിൽ ഒരു തസ്തിക സൃഷ്ടിച്ച് നിയമനം നൽകാൻ സർക്കാരിന് അധികാരമുണ്ട് എന്നായിരുന്നു വാദത്തിനിടയിൽ സർക്കാർ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ പ്രത്യേക അധികാരം ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതല്ല എന്നാണ് കോടതിയുടെ വിമർശനം ആ ഘട്ടത്തിൽ ഉണ്ടായത്. എന്തായാലും ഹൈക്കോടതിയുടെ തീരുമാനം സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു. 2018 ജനുവരിയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം ചെങ്ങന്നൂർ മുൻ MLA കെ രാമചന്ദ്രൻ നായരുടെ മകൻ ആർ പ്രശാന്തിന് പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി പ്രത്യേക തസ്തിക സൃഷ്ടിച്ച ഒരു ഗസറ്റഡ് തസ്തികയിൽ അദ്ദേഹത്തിന് നൽകിയ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതിയുടെ തീരുമാനം സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു. ഹൈക്കോടതിയുടെ തീരുമാനത്തിനെതിരെ സർക്കാരും ആർ പ്രശാന്ത് നൽകിയ അപ്പീൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നു. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ഇപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തുമ്പോൾ നമുക്കറിയാം കാർത്തിക്, സർക്കാരിനുണ്ടാകുന്ന വലിയൊരു തിരിച്ചടിയുണ്ട്. കാരണം ഇതുപോലെ തന്നെയാണ് നേരത്തെ നിരവധി കാര്യങ്ങൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആനുകൂല്യങ്ങൾ ബന്ധപ്പെട്ടവർക്ക് നൽകിയെന്ന ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിച്ച സമയമുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയൊക്കെ പ്രതിപക്ഷമായിരുന്നപ്പോൾ ശക്തമായ ഭാഷയിൽ ഇതിനെതിരെ പ്രതികരിച്ചതാണ്. സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ പ്രതിനിധി ശശികുമാർ അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും മറ്റും ചെയ്തിരുന്നു. ഇപ്പോൾ ഇങ്ങനെയൊരു വിഷയം വരുമ്പോൾ അത് ദൂരവ്യാപകമായ ചില പ്രത്യാഘാതങ്ങൾ സർക്കാരിന്റെ പല തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. തീർച്ചയായിട്ടും പുറംവാതിൽ നിയമനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലയളവിൽ ഉയർന്ന പ്രധാന വിമർശനങ്ങൾ എല്ലാം. ആ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി പ്രതിപക്ഷം അടക്കം ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം കൂടിയായിരുന്നു ഇത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു പ്രസിഡൻസ് ഇല്ല, മുൻപെങ്ങും ഇത്തരത്തിലൊരു നിയമനം നൽകിയിട്ടില്ല. അന്തരിച്ച മുൻ MLAയുടെ മകന് എങ്ങനെ നിയമനം നൽകാൻ കഴിയും എന്നതായിരുന്നു എല്ലാവരും ഉയർത്തിയ പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ച് സർക്കാർ സർവീസിലുള്ളവർ മരിക്കുമ്പോൾ ഇത്തരത്തിൽ ആശ്രിത നിയമനം നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഈ 5 വർഷം മാത്രം MLA ആയി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധിയുടെ മകന് ഈ ആനുകൂല്യം എങ്ങനെ നൽകാൻ കഴിയും എന്നതായിരുന്നു പ്രധാനമായും പല കോണുകളിൽ നിന്ന് ഉയർന്ന വിമർശനം. അങ്ങനെയാണ് ഇത് സജീവ ചർച്ചകളിൽ നിറഞ്ഞതും. എന്തായാലും ഇപ്പോൾ RS ശശികുമാർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. RS ശശികുമാർ, ഇത് വലിയൊരു തിരിച്ചടിയാണ് സർക്കാരിന്. വളരെ കൃത്യമായി ചോദിക്കുകയാണ് കോടതി, എങ്ങനെ ഒരു MLAയുടെ മകന് ആശ്രിത നിയമനം നൽകും എന്നുള്ളത്. അല്ല, നമ്മുടെ ഇപ്പോഴത്തെ ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ നയം എന്ന് വെച്ചാൽ ഈ നിയമനങ്ങളെല്ലാം ഞങ്ങൾക്ക് മാത്രം അർഹതപ്പെട്ടതാണെന്നാണ്. അറിയാമല്ലോ, MLAമാരുടെയും മന്ത്രിമാരുടെയും ഭാര്യമാർക്ക് സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറും റീഡറുമായിട്ട് നിയമനം കൊടുത്തിരിക്കുന്ന കാലഘട്ടമാണ്. അതേ ലാഘവത്തോടു കൂടിയാണ് രാമചന്ദ്രൻ നായർ ചെങ്ങന്നൂർ MLA മരണപ്പെട്ടപ്പോൾ 2018 ക്യാബിനറ്റിന്റെ തീരുമാനമാണ്. ആ തീരുമാനം ഞാൻ എൻ്റെ മിനിറ്റ്സ് രേഖാമൂലം വിവരാവകാശ നിയമമനുസരിച്ച് വാങ്ങിച്ചപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് രാമേന്ദ്രൻ നായരുടെ കുടുംബത്തിനുണ്ടായിരിക്കുന്ന
വായ്പത്തുകകൾ ദുരിതാശ്വാസ നിധി തിരിച്ചു നൽകാൻ തീരുമാനിക്കുന്നു. ഏത് വായ്പ എന്നില്ല. 2, അദ്ദേഹത്തിന്റെ മകന്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഇത് എവിടുത്തെ തീരുമാനങ്ങളാണ്? ഇത് എവിടുത്തെ നിയമമാണ്? 1, ദായനാന സ്കീമിൽ ജോലി കൊടുക്കാൻ സർക്കാർ ജീവനക്കാർക്കുള്ള അവകാശമാണ്. സർക്കാർ ജീവനക്കാരൻ സർവീസിരിക്കെ മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മകനോ അദ്ദേഹത്തിന്റെ ആശ്രിതർക്ക് ജോലി കൊടുക്കാം. ആ ജോലി കൊടുക്കുന്നത് പോലും ക്ലാസ് 3, ക്ലാസ് 4 വകുപ്പിൽ മാത്രമേ പാടുള്ളൂ. ഇത് ഒരു MLA 2 വർഷം MLA ആയിരുന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മകന്റെ യോഗ്യതയ്ക്കനുസരിച്ച് ജോലി കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഉടൻ തന്നെ ചീഫ് സെക്രട്ടറി നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ മകൻ ചീഫ് എഞ്ചിനീയർ ആണ്. അപ്പൊ 2 വർഷം MLA ആയിട്ടിരുന്ന ഒരാളുടെ മകനെ സർക്കാരിന്റെ ചീഫ് എഞ്ചിനീയർ ആക്കുന്നു. ഇവിടെ M.Tech പാസ്സായ എഞ്ചിനീയറിംഗ് PhD ഉള്ളവര് വർക്ക് ഗ്രൂപ്പ് ഉണ്ടാവാൻ നടക്കുന്ന കാലഘട്ടമാണ്. PhD നിയമനങ്ങളെ മുഴുവനും അട്ടിമറിച്ചുകൊണ്ട് PhD റാങ്ക് ലിസ്റ്റിലുള്ളവരെ മാറ്റി നിർത്തിയിട്ട് ഒരു MLA മുൻ ജോലി കൊടുത്തപ്പോൾ അക്കാര്യം കൂടി ഞങ്ങൾ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ അവഗണിച്ചുകൊണ്ടാണ് ലോകായുക്ത പറഞ്ഞത് ദുരിതാശ്വാസ നിധി പോലും കൊടുത്തു വെച്ചിട്ടില്ല, ഈ നിയമനം ഞങ്ങളുടെ പരിധിയിൽ വരുന്നില്ല എന്ന് പറഞ്ഞു. അതാണ് ഇന്നിപ്പം ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി തന്നെ തള്ളിക്കളഞ്ഞ കേസ് ഗവൺമെന്റ് എന്ത് താല്പര്യത്തോടുകൂടിയാണ് സുപ്രീം കോടതി പോയെന്ന് ആലോചിക്കുക. അപ്പൊ ഇത് ഗവൺമെന്റ് കിട്ടിയിരിക്കുന്ന കനത്ത തിരിച്ചടിയാണ്. സർക്കാർ നടത്തുന്ന പിൻവാതിൽ നിയമനങ്ങൾ, താൽക്കാലിക നിയമനങ്ങൾ 1,60,000 പേരെ കേരളത്തിൽ സർക്കാർ നിയമിച്ചിരിക്കുന്നു. ഇതെല്ലാം പിൻവാതിൽ നിയമനങ്ങളാണ്. ഇത് പെർമനന്റ് നിയമനം. ഇന്ന് ഇവിടെ ജോലി ചെയ്യുന്ന മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് MLA-മാരുടെയും മന്ത്രിമാരുടെയും ഭാര്യമാർക്കും മക്കൾക്ക് ജോലി കൊടുക്കുന്നതിന് ഗവൺമെന്റ് കിട്ടിയിരിക്കുന്ന തിരിച്ചടിയാണ്. ഇനിയെങ്കിലും സർക്കാരിന്റെ കണ്ണു തുറന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകണം. ഈ സുപ്രീം കോടതി വിധിയെ ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണത്. ആശ്രിത നിയമനം റദ്ദാക്കുകയാണ് സുപ്രീം കോടതി. കാർത്തിക് തുടരാം. രഞ്ജിത്ത്, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും, അതായത് നിയമനം ലഭിച്ചത് മുതൽ ഈ കാലയളവ് വരെ അദ്ദേഹം വാങ്ങിയിരുന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തിരിച്ചു പിടിക്കരുത് എന്നൊരു അപേക്ഷ പ്രശാന്തിന്റെ അഭിഭാഷകൻ കോടതിക്ക് മുമ്പാകെ വെച്ചു. ഇത് മാനുഷിക പരിഗണനകൾ കണക്കിലെടുത്ത് കോടതി അംഗീകരിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഇത് സംബന്ധിച്ച ഉത്തരവ്, ഹർജി തള്ളിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് അല്പസമയത്തിനകം പുറത്തുവരും. അതിൽ മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാവുക. എങ്കിലും 2018 ജനുവരിയിൽ മന്ത്രിസഭാ യോഗം എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചെടുത്ത തീരുമാനത്തിന് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഒരു തസ്തിക സൃഷ്ടിച്ച് ഗസറ്റഡ് തസ്തികയിൽ ഒരു മരിച്ചുപോയ ഒരു MLA-യുടെ മകന് ജോലി നൽകുന്ന കീഴ്വഴക്കങ്ങളില്ലാത്ത ഒരു തീരുമാനം സർക്കാർ എടുത്തു. പല ഘട്ടങ്ങളിലും സർക്കാർ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഹൈക്കോടതിയിലടക്കം സർക്കാർ വിശദമായ വാദങ്ങൾ പരിഗണിക്കുന്ന ഘട്ടത്തിലടക്കം പ്രശാന്തിന് വേണ്ടി നിലകൊള്ളുന്നു. പ്രശാന്തിന് എല്ലാ യോഗ്യതയും ഉണ്ടായി എന്നായിരുന്നു സർക്കാർ ആ ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നിയമനം നൽകാൻ സർക്കാരിനുണ്ടായിരുന്ന അധികാരം അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള വാദങ്ങളാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. ഏതായാലും സർവീസ് ചട്ടം 39 പ്രകാരം ഇതിന് അധികാരമുണ്ട് എന്ന സർക്കാർ വാദം സുപ്രീം കോടതി ഒരു ഘട്ടത്തിൽ വിശദമായി പരിശോധിക്കാൻ തയ്യാറായി. അത്തരത്തിൽ വിശദമായി പരിശോധിച്ച ശേഷമാണ് ഈ ഒരു വിമർശനം എന്നതാണ് ശ്രദ്ധേയം. പ്രത്യേക അധികാരം ഇക്കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതല്ല, പ്രത്യേകിച്ച് ഭരണ താല്പര്യം മുൻനിർത്തി ഏതെങ്കിലും ജനപ്രതിനിധിയുടെ മകന് ഇത്തരത്തിൽ നിയമനം നൽകാനൊന്നുമല്ല ഈ അധികാരം സർക്കാരിന് ഉള്ളത് എന്നൊരു കടുത്ത വിമർശനം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും ഹൈക്കോടതി 2021 പുറപ്പെടുവിച്ച വിധി, ആർ പ്രശാന്തിന്റെ നിയമനം റദ്ദാക്കിക്കൊണ്ടുള്ള വിധി, ആ വിധി സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു. ഇതിനെതിരെ സർക്കാരും ആർ പ്രശാന്തും സുപ്രീം കോടതിയെ സമീപിച്ച് നൽകിയ ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തള്ളിയിരിക്കുന്നു. രഞ്ജിത്ത്, അതാണ് പ്രധാനം. ഈ കാർത്തിക് ഇതിന്റെ കൂടെ ചേർക്കാവും. നമുക്ക് ഓർമ്മയുണ്ടെന്ന് NCPയുടെ നേതാവ് ഉഴവൂർ വിജയനടക്കം ചില ആനുകൂല്യങ്ങൾ സർക്കാർ നൽകിയതും സമാനമായി തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയും എന്ത് അർഹതയാണ് എന്ന ചോദ്യം ഉയർന്നിരുന്നു. അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2018 ആണല്ലോ മന്ത്രിസഭാ യോഗത്തിന്റെ പ്രത്യേക തീരുമാനമെന്ന് പറയുന്നത്. പ്രത്യേക തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് നിയമനം നടത്തുന്നു. പല ആശ്രിത നിയമനങ്ങളും വൈകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു MLA-യുടെ മകന് പാർട്ടിക്കാരനാണ് എന്നുള്ള ഒറ്റ പേരിൽ ഇത്തരം ഒരു സംഗതിയിലേക്ക് പോകുന്നത് എന്നുള്ളത്. ഉഴവൂർ വിജയന്റെ കാര്യം അത് സമാനമായി തന്നെയായിരുന്നു. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്ന ഒരു നിയമനം തള്ളുമ്പോൾ സർക്കാരിന്റെ വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമല്ലോ. കാരണം ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ സർക്കാരിന് സവിശേഷ അധികാരമുണ്ട് എന്ന വാദം ഒക്കെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് കോടതി വളരെ പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തുന്നത്.
തീർച്ചയായിട്ടും സർക്കാർ ഇക്കാര്യത്തിൽ കോടതിക്ക് മുൻപാകെ വെച്ച വാദങ്ങൾ എല്ലാം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തള്ളുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മാത്രമല്ല ഇതിനായി സർക്കാർ ഉയർത്തിയ വാദങ്ങൾ അത് ഓരോന്നും സുപ്രീം കോടതി വിശദമായി പരിശോധിക്കുകയും ആ പരിശോധനാ ഘട്ടങ്ങളിലെല്ലാം തന്നെ കൃത്യമായ വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ഉയർത്തുകയും ചെയ്തിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പക്ഷേ ഒരു ഘട്ടത്തിലും ആർ പ്രശാന്തിന് നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറായില്ല. 2018 ജനുവരിയിൽ ഈ തീരുമാനം കൈക്കൊണ്ട ശേഷം പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായിരുന്നു. അത് ഈ നിയമനവുമായി ബന്ധപ്പെട്ടല്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ പിൻവാതിൽ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. നിരവധി സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ PSC തസ്തികകൾ PSC പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ തന്നെ പുറംവാതിൽ വഴി നിയമനം നടത്തിയതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. വലിയ തോതിൽ പ്രതിഷേധങ്ങൾ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരികയും ചെയ്യുകയുണ്ടായി. പക്ഷേ ആ ഘട്ടത്തിൽ ഒന്നും തന്നെ എടുത്ത ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറായിരുന്നുമില്ല. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം, ഇതേ തസ്തികയിൽ പരീക്ഷ എഴുതി നിയമനം കാത്തുനിന്ന ഒരു ഇടുക്കി സ്വദേശി ഉണ്ടായിരുന്നു. ആകാശ് ജി കമൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹവും ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതിയെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രശാന്തിന് നിയമനം നൽകിയതിനാൽ തന്റെ അവസരം നഷ്ടമായി എന്നായിരുന്നു അദ്ദേഹം ഉയർത്തിയ പ്രധാന വാദം. അക്കാര്യങ്ങളടക്കം സുപ്രീം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് പരിഗണിച്ചിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും പ്രശാന്തിന് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ കാലയളവിൽ അതായത് 2018 മുതൽ ഈ കാലയളവ് വരെ അദ്ദേഹം വാങ്ങിയിരുന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും അടക്കം തിരിച്ചു പിടിക്കാനുള്ള കടുത്ത തീരുമാനത്തിലേക്ക് എന്തായാലും സുപ്രീം കോടതി പോയിട്ടില്ല. മാനുഷിക പരിഗണന വെച്ച അക്കാര്യത്തിൽ ഒരു അനുകൂല സമീപനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. മറ്റ് കാര്യങ്ങളിലെല്ലാം തന്നെ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനം മുതൽ ഏറ്റവും ഒടുവിൽ ഇത് റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധി വരെ സുപ്രീം കോടതി ശരിവച്ചിരിക്കുകയാണ്. രഞ്ജിത്ത്, VR കാർത്തിക്കാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.